പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതായി. പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതായി. പഴി ദുഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടലേ. പഴി ദുഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടലേ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 50-ാം സങ്കീർത്തനം 20-ാം വാക്യം. നീ ഇരുന്ന് നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു, നിന്റെ അമ്മയുടെ മകനെക്കുറിച്ച് അപവാദം പറയുന്നു. പലപ്പോഴും ആളുകൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കാണ് ദൈവം വിധി കൽപ്പിക്കുന്നത് എന്ന് കരുതുന്നു. എന്നാൽ ഇന്നത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ വാക്കുകളും ദൈവത്തിന് മുമ്പിൽ പ്രധാനമുള്ളതാണ് എന്നാണ്. ഒരാളുടെ മാന്യതയെ തകർക്കുന്ന വാക്കുകൾ ദൈവത്തിന് പ്രസാദകരമല്ല. സഹോദരനെതിരെ സംസാരിക്കുന്നത് ബന്ധങ്ങളെ നശിപ്പിക്കുന്നു. കുടുംബങ്ങളിലും സഭയിലും സമൂഹത്തിലും ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിക്കുന്നത് പലപ്പോഴും വാക്കുകളാണ്. ഒരിക്കൽ പറഞ്ഞ വാക്ക് തിരികെ എടുക്കുവാൻ കഴിയുകയില്ല. അതിനാൽ ദൈവമക്കൾ സമാധാനം സൃഷ്ടിക്കുന്നവരായിത്തീരണം. സ്നേഹമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടയാളം. യേശു നമ്മെ പഠിപ്പിച്ചത്, നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചാൽ എല്ലാവരും നിങ്ങളെ എൻ്റെ ശിഷ്യന്മാർ എന്ന് അറിയും എന്നാണ്. മറ്റുള്ളവരുടെ കുറവുകൾ പരസ്യപ്പെടുത്തുന്നതിന് പകരം അവരുടെ നന്മയ്ക്കായി പ്രാർത്ഥിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വിളി. പ്രിയരെ, നമ്മുടെ നാവുകൾ ദൈവത്തിന് സമർപ്പിക്കാം. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്നതായി തീരട്ടെ. നാം പറയുന്ന വാക്കുകൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവയാണോ അതോ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നതാണോ എന്ന് ഈ പ്രഭാതത്തിങ്കൽ സ്വയം ശോധന നടത്താം. നമ്മുടെ നാവിനെ പരിശുദ്ധാത്മാവിന് നിയന്ത്രണത്തിൽ ഏൽപ്പിച്ച് അപവാദത്തിന് പകരം അനുഗ്രഹം സംസാരിക്കുന്നവരായി ഈ നാളുകൾ നമുക്ക് രൂപപ്പെടാം. പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളെ നിയന്ത്രിക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.